മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും പിന്നെ ഇരുമ്പിപ്പുളി എന്നല്ല ഓരോരോ സ്ഥലത്ത് പറയുന്നത്, അതും കൂടെ ചേർത്തുള്ള നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് പരിപ്പും ഇരുമ്പുളിയും കൂടെ കറി വയ്ക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 ഇരുമ്പുളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, തേങ്ങ, ജീരകം, വെള്ളുള്ളി, പിന്നെ വറവിന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പരിപ്പും ഇരുമ്പുളിയും കൂടെ കറി വെച്ച ചപ്പാത്തീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇരുമ്പുളി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കൂടുതൽ കഴിക്കരുത്. പിന്നെ വിറ്റാമിനും കൂടുതലുണ്ട്, ഫൈബറുണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. ആദ്യം നമ്മൾക്ക് ഈ പരിപ്പും ഇരുമ്പുളിയും ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിതവിടെ പരിപ്പ് കഴുകി ഇത് മുറിച്ച് ഇട്ടിട്ട് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മുളക് അരച്ചത് ചേർക്കാണ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാണ്, പരിപ്പ് തിളച്ച് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കുക്കർ അടച്ചു വെച്ച് നമുക്കിത് ഇതിന് സ്റ്റൗവിൽ വയ്ക്കാം. ഒരു 3 വിസിൽ മതി, പരിപ്പ് വേവാൻ മാത്രം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കറിയിൽ ചേർക്കാനുള്ള തേങ്ങ, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണിത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതാ നമ്മുടെ പരിപ്പ് കറി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങയെല്ലാം ചേർത്ത് ഒന്ന് തിളച്ചാൽ മതി. തേങ്ങ ചേർത്ത ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലൊന്ന് വറവിടാം. പിന്നെ എൻ്റെ ഈ കൂട്ടുകാരിലാരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്കും ചെയ്ത് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. വറവിടാനുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തു. നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിഞ്ഞ ഉള്ളി ചേർക്കാം, ചെറിയ ഉള്ളി. കറിവേപ്പില ചേർക്കാം. നമ്മളുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു അരച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതിക്ക് നല്ലൊരു കളറ് കിട്ടും. മുളക് പൊടിയും ചേർക്കാം. ഞാൻ മുളക് അരച്ചതുള്ളത് കൊണ്ട് ചേർത്തതാണ്. നമുക്ക് കറിയിലേക്ക് വറവ് ചേർത്തത് ഒന്ന് മൂടി വയ്ക്കാം. ഏത് കറിയായാലും വറവിട്ടതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കണം. ഇനി നമ്മൾക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇരുമ്പൻ പുളി ചേർത്ത പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതവിടെ 2-3 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയാണത്. അടിപൊളിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഇരുമ്പുളി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓളൊന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.